ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹാനവമി പ്രമാണിച്ച് ഇന്ന് ഒക്ടോബർ 1 ബുധനാഴ്ച വലിയ ഹൈപ്പോ പ്രമോഷനോ ഒന്നും കൂടാതെ തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് ഇഡ്ഡലിക്കടൈ. ധനുഷ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് അഭിനയിച്ച് സഹനിർമ്മാതാവ് കൂടിയായി വന്ന ഈ സിനിമയ്ക്ക് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം എല്ലാ മേഖലയിൽ നിന്നും പോസിറ്റീവ് അഭിപ്രായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തനി നാടൻ ഗ്രാമീണ പശ്ചാത്തലത്തിൽ മികച്ച ഒരു ഇമോഷണൽ ഫീൽഡ് ഫാമിലി എന്റർടൈനർ സിനിമയായ ഇഡ്ഡലിക്കടയിൽ ധനുഷിനൊപ്പം നിത്യ മേനോൻ, അരുൺ വിജയ്, രാജ് കിരൺ, പാർത്ഥിവൻ, സത്യരാജ്, ശാലിനി പാണ്ഡെ, സമുദ്രകനി, ഗീത കൈലാസം, ഇളവരശു, വടിവുക്കരശി എന്നിങ്ങനെ ഉൾനാടൻ ഗ്രാമീണ ജീവിത പശ്ചാത്തലവുമായി ഇഴുകിച്ചേർന്ന് അഭിനയിച്ചിരിക്കുന്ന പ്രഗത്ഭരായ അഭിനയ താരനിര തന്നെയാണ് അണിനിരന്നിട്ടുള്ളത്. കണ്ണിന് കുളിർമയേകുന്ന രീതിയിൽ ക്യാമറ വർക്ക് ചെയ്തിട്ടുള്ള കിരൺ കൗശിക്, പ്രസന്ന ജി.കെയുടെ തന്മയത്തമാർന്ന എഡിറ്റിംഗ് എന്നിങ്ങനെ ധനുഷിന്റെ മേക്കിങ്ങും തിരക്കഥയും അഭിനയവും എല്ലാം ഒന്നിനൊന്ന് മികച്ചതായിരിക്കുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വണ്ടർബാർ പിക്ചേഴ്സ്, ഡോൺ പിക്ചേഴ്സ് എന്നിവർ ചേർന്ന് നിർമ്മിച്ച ഈ സിനിമ റെഡ് ജയന്റ് മൂവീസാണ് വിതരണം ഏറ്റെടുത്തിട്ടുള്ളത്. വിദേശത്ത് ഈ സിനിമയുടെ വിതരണം ഫാഴ്സ് ഫിലിംസ് ആണ്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 4.5 കോടി റേഞ്ചിൽ മാത്രം പ്രീസെയിൽ ഘട്ടം നേടിയെടുത്ത ഈ സിനിമയ്ക്ക് മികച്ച അഭിപ്രായം നേടിയെടുത്തതോടെ വമ്പം ബുക്കിംഗാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ രാത്രിയോടെ പുറത്തുവരും. അത് സംബന്ധമായ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. കല്യാണി പ്രിയദർശൻ, നസ്രീൻ എന്നിവർ പ്രധാന താരങ്ങളായി ഡൊമിനിക് തിരക്കഥ സംവിധാനം ചെയ്ത് ഓണർ റിലീസായി ഓഗസ്റ്റ് 28 തിയേറ്ററിൽ വമ്പം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്തു കഴിഞ്ഞ ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ 5ാമത്തെ ബുധനാഴ്ച കൂടിയായ 35 ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. 34ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ചയേക്കാൾ കൂടുതൽ കളക്ഷനാണ് ബുക്കിംഗാണ് നിലവിൽ 35ാം ദിവസമായ ബുധനാഴ്ച ഈ സിനിമ ഇന്ത്യയിലും കേരളത്തിലും നേടിക്കൊണ്ടിരിക്കുന്നത്. 34ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച കേരള കളക്ഷനായി 1,60,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ആദ്യ 34 ദിവസം കൊണ്ട് 114,20,00,000 രൂപയായിരുന്നു നേടിയെടുത്തിരുന്നത്. നിലവിലെ ബുക്കിംഗ് രീതി അനുസരിച്ച് ഇന്ന് ഈ സിനിമ കേരളത്തിൽ 2 കോടിക്ക് മുകളിൽ നേടിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ കേരള ബോക്സ് ഓഫീസിൽ 116 കോടിക്ക് മുകളിലാണ് ഇന്ന് ഈ സിനിമ എത്തി നിൽക്കുന്നത്. കേരള ബോക്സ് ഓഫീസിലും ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സിനിമയുടെ വിശദമായ കളക്ഷൻ റിപ്പോർട്ടുകൾ ഇന്ന് രാത്രിയോടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് വമ്പൻ ഒരു അപ്ഡേറ്റ് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. മഹേഷ് നാരായണൻ തിരക്കഥ സംവിധാനം ചെയ്യുന്ന MMMN എന്ന മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, ദർശന രാജേന്ദ്രൻ, രഞ്ജി പണിക്കർ എന്നിങ്ങനെ ഒരു വർഷം മുമ്പ് തുടങ്ങിവെച്ച മൾട്ടി സ്റ്റാർ ചിത്രത്തിന്റെ ടീസർ നാളെ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് പുറത്തു വരുന്നതാണ്. അതോടൊപ്പം ചിത്രത്തിന്റെ ടൈറ്റിൽ പ്രഖ്യാപനവും ഉണ്ടാകും എന്ന അപ്ഡേറ്റും പുറത്തു വന്നിട്ടുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.